ചേച്ചി ഇപ്പോഴാണ് ചേച്ചി ബോൾഡായിട്ട് ഫേസ്ബുക്കിൽ, അന്ന് സോഷ്യൽ മീഡിയ ഇല്ല, ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ സംസാരിക്കുന്നത്. 2012 മുതൽ ഞാൻ ഫേസ്ബുക്കിൽ. അല്ല അതല്ല, അതിന് മുന്നുള്ള കാര്യം ഞാൻ ചോദിക്കുന്നത്. ആ സമയത്തും സോഷ്യൽ മീഡിയ പ്രതികരിക്കുന്നതിനൊന്നുമില്ല, പക്ഷെ അതിനു മുന്നേ ചേച്ചിയെ പിന്തള്ളപ്പെട്ടിരിക്കുകയായിരുന്നു. ആ സമയത്തൊന്നും ഇല്ലായിരുന്നു. അല്ല, നിങ്ങൾക്ക് തെറ്റി. 98 ഞാൻ പഞ്ചാബി ഹൗസ്, ആലിബാബയും ആറക്കള്ളന്മാരും, ഈ 2 സിനിമയും കഴിഞ്ഞ ഉടനെ ഞാൻ 10 വർഷം സിനിമയിൽ അഭിനയിച്ചില്ല. 10 വർഷം ഇല്ലായിരുന്നു, ഗ്യാപ്പായിരുന്നു അതോ? അതെ, കാരണം എൻ്റെ ഭർത്താവ് മരിക്കുന്നത് എനിക്ക് 17.5 വയസ്സുള്ളപ്പോഴാണ്. അദ്ദേഹം ആക്സിഡന്റിൽ മരിക്കുകയാണ്. എൻ്റെ 2 മക്കൾ, ആ മക്കളെ വളർത്താൻ എൻ്റെ ചേച്ചി 2 കാലും പോളിയോ വന്നതാണ്. അവളെ പോറ്റാൻ ഞാൻ ബ്യൂട്ടി പാർലറിൽ ജോലി ചെയ്ത ഒരു സ്ത്രീയെ വിളിച്ചുകൊണ്ടുപോയി അഭിനയിപ്പിച്ചതാണ്. എനിക്ക് ഈ സിനിമയിൽ വന്ന് അഭിനയിക്കണം എന്നൊന്നും നമുക്ക് അങ്ങനെയൊന്നുമില്ല. ഒരു നായികയെ കൊണ്ടുവന്ന് അഭിനയിപ്പിക്കാൻ ശ്രമിച്ചു. ആ പാർലറിൽ ഞാൻ ഉണ്ടായിരുന്നു. അവരെന്നെ വിളിച്ചു കൊണ്ടുപോയി നായികയായിട്ട് അഭിനയിപ്പിക്കുന്നു. ഓക്കെ, അഭിനയിച്ചു കഴിഞ്ഞു. സിനിമകൾ കിട്ടി, സിനിമകൾ നിരന്തരം കിട്ടിക്കൊണ്ടിരുന്നു. പിന്നെ ഞാനൊരു വേറിട്ട വഴിയിൽ സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു. ഞാൻ ഇന്ന് വരെ ഈ മുറവിളി കൂട്ടുന്ന ജനങ്ങളുണ്ടല്ലോ, ഈ മുദ്രാവാക്യം വിളിക്കുന്ന ടി ടി ഉഷ എത്ര പ്രാവശ്യം സ്റ്റേജ് പ്രോഗ്രാമിന് ദുബായിൽ വന്നിട്ടുണ്ട് എന്ന് ചോദിച്ചു നോക്കൂ. എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ പോയിട്ടില്ല. ഞാൻ 300 പടം ചെയ്തൊരു സ്ത്രീയാണ് ഞാൻ ഇന്ന് വരെ പോയിട്ടില്ല. 1000 പ്രാവശ്യം വിളിച്ചിട്ടുണ്ട്, പോവില്ല. എന്തുകൊണ്ടറിയോ? ഒരു എത്തിക്സ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നമ്മളെ രക്തത്തിൽ ഓടുന്ന ഒരു ചങ്കുറപ്പുണ്ട്. കൂലിപ്പണിയെടുത്താലും പോവില്ല എന്നുള്ളത്. അതൊരു കലയല്ലേ? അതും ഒരു കഥയുമല്ല. അതൊക്കെ മനസ്സിലാകേണ്ട ജനങ്ങൾക്ക് മനസ്സിലാവും. ഞാൻ പോവില്ല, അത്ര തന്നെ ഉള്ളൂ. അതിനെ നമ്മൾ വർണ്ണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത്രയ്ക്ക് പിടിച്ചു നിൽക്കുന്ന ഒരു സ്ത്രീയെ ലോകത്തിൽ ആർക്കും അങ്ങനെ കാണാനൊന്നും പറ്റില്ല. ഞാൻ ആരടുത്തും പോയിട്ട് എനിക്ക് വേഷം വേണമെന്നോ ഇല്ലെങ്കിൽ എനിക്ക് സിനിമ തരുമോ, അയ്യോ ഞാൻ എൻ്റെ വീട്ടിൽ പട്ടിണി, ഞാൻ ആരോടും ചോദിക്കാറില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. ഞാൻ വലിയ പൈസക്കാരത്തിയായിട്ടല്ല, കൂലിപ്പണിയെടുത്ത് തിന്നാനുള്ള ചങ്കുറപ്പുള്ളത് കൊണ്ടാണ്. ചേച്ചി പറഞ്ഞ എത്തിക്സ് അതാണോ? അതെ. ഇപ്പം ഇത്രയും പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്, പല കാര്യങ്ങൾക്ക് ചേച്ചി പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്ന ലാലേട്ടൻ്റെ ഒരു സംഭവമുണ്ട്. ചെകുത്താൻ എന്ന് പറഞ്ഞ ആ ഒരു യൂട്യൂബർ, അദ്ദേഹത്തിനെതിരെ എന്തോ പറഞ്ഞു, അറസ്റ്റ് ചെയ്യുന്നു. അതിനെതിരെ ഒത്തിരി നമ്മുടെ ഇന്ത്യൻ ആർമി വരെ കളിയാക്കി എന്നുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ചേച്ചി ആ വീഡിയോ കണ്ടിട്ടുണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നു. കാര്യം ഇത്രയും സോഷ്യൽ മീഡിയ നിൽക്കുമ്പോൾ ചേച്ചിയുടെ ഒരു പ്രതികരണം അതിൽ കണ്ടില്ല, പ്രതീക്ഷിച്ചു. പട്ടാളക്കാരനായ ഒരു ആർമി ഉദ്യോഗസ്ഥനെ ഫാഷൻ പരേഡ് മറ്റേ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് അവൻ പറഞ്ഞപ്പോൾ ഒരു രാജ്യസ്നേഹിയായ ഒരു പട്ടാളക്കാരനെ ബഹുമാനിക്കുകയും അവരുള്ളത് കൊണ്ടാണ് നമ്മളിവിടെ സമാധാനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നതുള്ള നല്ല ഒരു ഉറപ്പുള്ളത് കൊണ്ട് അതെനിക്ക് വളരെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. കാരണം അദ്ദേഹം ആരും ആയിക്കോട്ടെ, അമ്മയുടെ പ്രസിഡന്റ്, നടൻ, മറ്റൊന്നുമല്ല, പക്ഷെ ഒരു പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരൻ ധരിച്ചിരിക്കുന്ന ഡ്രസ്സിനെ അപമാനിക്കുക എന്ന് പറഞ്ഞാൽ ഭാരതത്തെ അപമാനിക്കുന്നതിന് സമമാണ്. അയാൾക്ക് തക്കതായ ശിക്ഷ കൊടുത്തേ പറ്റും. അതിൽ 2 വാക്കില്ല. പ്രതികരിക്കാതിരുന്നത് എത്രയോ വലിയ വലിയ കാലഘട്ടത്തിലേക്കൂടെ ഞാനും എൻ്റെ മകനും കടന്നു പോയപ്പോൾ നമുക്ക് വേണ്ടി ആരും ശബ്ദിച്ചിട്ടില്ല. നമുക്ക് വേണ്ടി ആരും എന്തുകൊണ്ട് ആ സ്ത്രീ ഇങ്ങനെ പീഡിപ്പിക്കപ്പെടുന്നു എന്ന് ആരും ചർച്ചയ്ക്ക് വെച്ചിട്ടില്ല. അപ്പോൾ ഇപ്പോൾ വയസ്സായല്ലോ, പ്രതികരണശേഷി കുറഞ്ഞിട്ടല്ല, മൗനം വിദ്വാനുഭൂഷണമാണെന്ന് വിചാരിച്ചു. ഇല്ലെങ്കിൽ അങ്ങനെയല്ല. മമ്മൂക്കെ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ പറയും അത് പാടില്ല, ലാലേട്ടനെ ആരെങ്കിലും പറഞ്ഞാലും ഞാൻ പറയും പാടില്ല. കാരണം ഇവരൊന്നും നാഷണൽ അവാർഡ് വരെ വാങ്ങുന്നതിൻ്റെ മുൻപേ ഞങ്ങൾ ഒന്നിച്ചത്ര അഭിനയിച്ചിട്ടും കണ്ടിട്ടുമുള്ള ആൾക്കാരാണ്. അങ്ങനെ വരുമ്പോൾ നമ്മളിൽ ഒരാളെ പരസ്യമായി ആക്ഷേപിക്കുമ്പോൾ നമുക്കതൊരു വേദന തന്നെയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു മരവിപ്പാണ്. പക്ഷേ വളരെ ശക്തമായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, വളരെ ശക്തമായി ഞാൻ കോൾ ചെയ്തിരുന്നു. അവൻ ആരായാലും ശരി, ആ യൂണിഫോമിനെ അപമാനിച്ചവനെ പണിഷ് ചെയ്തേ പറ്റും. അത് ഞാൻ ഫേസ്ബുക്കിൽ ഇട്ടില്ല എന്നുള്ളൂ. പറയേണ്ടടുത്ത് ഞാൻ പറഞ്ഞിരുന്നു. പണിഷ്മെന്റ് കിട്ടി, അറസ്റ്റ് ചെയ്തു, അതറിഞ്ഞു ഞാൻ. അതെ, മൊഴിയെടുത്തു, റൂമിൽ കൊണ്ടുപോയി മൊഴിയെടുത്തു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാർ, ആ പറയുന്ന വ്യക്തി എല്ലാരെ കുറിച്ചും മോശമായിട്ടാണ്, നല്ലതൊന്നും പറയാറില്ല ആരെ കുറിച്ചും. പക്ഷെ ലാലേട്ടൻ ആ ഒരു പോകുന്ന സ്ഥലം എന്താണെന്ന് ആലോചിക്കുക, ഇട്ടിരിക്കുന്ന യൂണിഫോം എന്താണെന്നുള്ളത് റെസ്പെക്ട്. അതെ, ഈ യൂണിഫോം ഇട്ടിരിക്കുന്ന ആൾക്കാരുണ്ടായിട്ടാണ് ഞാനും ചേച്ചിയൊക്കെ ഇപ്പോൾ ഇവിടെ സംസാരിക്കുന്നത്. തീർച്ചയായും ഞാനത് IFFKയിൽ പോലും ഞാൻ പട്ടാളക്കാരെ പറ്റി അധിക്ഷേപിക്കുമ്പോൾ ഞാൻ പറയാറുണ്ടായിരുന്നു. അപ്പോൾ ഒരു പയ്യൻ എന്നോട് ചോദിച്ചത് അവർക്ക് ശമ്പളം കിട്ടുന്നതാണല്ലേ ഒന്നും. ശമ്പളം എല്ലാവർക്കും കിട്ടുന്നുണ്ട്, നമ്മളെ ഗവൺമെന്റ് ഓഫീസിലുള്ളവർക്ക് ശമ്പളം കിട്ടുന്നില്ല. പക്ഷെ അവർ ഉറങ്ങിക്കൊണ്ടിരിക്കുന്നത് കൊണ്ടാണല്ലോ ഒരു ഫയലും മുന്നോട്ട് നീങ്ങാത്തത്. ആ ഉറക്കം പട്ടാളക്കാർ ഉറങ്ങിയിരുന്നെങ്കിൽ രാജീവ് കാണത്തില്ല. അത്രേ ഉള്ളൂ. അവരുടെ ആ ഉറക്കമില്ലായ്മ, അവരുടെ ആ ഒരു ജാഗ്രത, അവരുടെ ഒരൊറ്റ സ്ട്രെങ്ത്, അത് തന്നെയാണ്
നമ്മൾ ഇന്ന് സുഖമായിട്ട് ഇവിടെ ജീവിക്കുന്നതിന് കാരണം. കറക്റ്റാണ് ചേച്ചി. അല്ലെങ്കിൽ നമ്മൾ ആരും ഇപ്പൊ പണ്ടേ പോയിട്ടുണ്ടാവും. ഈ പറഞ്ഞ അവൻ പോലും ചിന്തിച്ചില്ല. അവൻ മണ്ടനായിട്ടാണോ പറഞ്ഞതെന്ന് അറിയത്തില്ല. മണ്ടത്തരമല്ല, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു മനുഷ്യന് അറിവില്ലായ്മ, വിദ്യാഭ്യാസം കൊണ്ട് എല്ലാവർക്കും അറിവുണ്ടാകണമെന്നില്ല, വിവരമുണ്ടാകണമെന്നില്ല. അറിവ് എന്നൊരു സാധനമുണ്ട്, അത് നമ്മുടെ രക്തത്തിലിരിക്കേണ്ട സാധനമാണ്. ആ അറിവില്ലായ്മയാണ് മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിക്കുന്നത്. അറിവില്ലായ്മ ഇനിയും അവനുണ്ടാവാതിരിക്കട്ടെ. ഇനി ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൻ്റെ കോൺസിക്വൻസ് വേറെ ആയിരിക്കും വരാൻ പോകുന്നത്. അതുപോലെ ചേച്ചി വേറൊരു സംഭവം ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ടൊരു ചേച്ചിക്കൊരു കുറച്ച് പൈസ നഷ്ടപ്പെട്ടതായിട്ട്. കുറച്ചല്ല, ഭീമമായ തുക. അതെ, ഞാനത് കുറച്ചൊന്നും പറഞ്ഞതേ ഉള്ളൂ. എത്ര ലക്ഷം ഉണ്ട് ചേച്ചി? ഒരു ശരിക്കും പറഞ്ഞാൽ 30 ലക്ഷം. അതിൻ്റെ പേ ഔട്ട് അടക്കം വമ്പൻ തുക തരണം. എന്തായിരുന്നു സംഭവം? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2017 മുതൽ ഈ ബിജു ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞുമായിട്ട് ഒരു പബ്ലിക്കിൽ വെച്ചിട്ട് അവനൊരു നടനാന്നൊക്കെ പറയുന്നുണ്ട്. അമ്മയെന്ന് വിളിച്ച് പിന്നാലെ അവനറിയാം എറണാകുളത്തെ വീട് വിറ്റ പൈസ 80 ലക്ഷം രൂപ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ എന്നെ എന്തായാലും ആടിക്കറക്കാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ അമ്മയെന്ന് വിളിച്ച് കരഞ്ഞ് പിഴിഞ്ഞ്, എൻ്റെ ഭാര്യ കരമന സ്കൂളിലെ ടീച്ചറാണ്, അവളുടെ ചെലവിലാണ് ഞാൻ ജീവിക്കുന്നത്, മരിച്ചാൽ മതി അങ്ങനെ ഒരു ജീവിതം, ആൺമക്കളാണ്, അവരെ മുമ്പ് അവളെ ചീത്ത വിളിയും ഇൻസൾട്ടിങ്ങും, എനിക്ക് വയ്യാന്ന് പറഞ്ഞ് കരഞ്ഞ് PRS കോർട്ട് അംബുജവിലാസം റോഡിൽ ഒരു ഓഫീസ് കാണിച്ച് തന്നിട്ട് പറഞ്ഞു, ഇവിടെ എനിക്ക് ട്രേഡിങ് തുടങ്ങി. ഞാൻ ട്രേഡറായിരുന്നു നേരത്തെ. ട്രേഡിങ്ങിന് എന്നെ സഹായിച്ചാൽ ഞാൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോകും. ഇങ്ങനെ തൊഴുത് കരഞ്ഞിട്ട് എൻ്റെ അടുത്ത് എല്ലാ വീഡിയോയും എല്ലാം ഉണ്ട്. അവൻ എല്ലാവരോടും പറയുന്നത് അതൊക്കെ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഡബ്മാഷ് ചെയ്തതാന്നൊക്കെയാണ്. അതൊന്നും എനിക്കറിയില്ല. അപ്പം അത് വെച്ച് ഞാൻ ആദ്യം കുറച്ച് പൈസ കൊടുക്കുന്നു. അതിനുശേഷം വിശ്വസ്തനായിട്ട് അതിൻ്റെ ട്രേഡിങ് എൻ്റെ മുമ്പിലിരുന്ന് ട്രേഡ് കട്ട് ചെയ്ത് അവൻ പേ ഔട്ട് എടുത്ത് തരുമായിരുന്നു. അങ്ങനെ എൻ്റെ മകനോട് പറയാണ്. അപ്പം മകനെ സിനിമ ഒതുക്കിയ കാലമാണല്ലോ. എടാ, എപ്പോഴും പൈസയൊന്നും ഇല്ലാതെ എങ്ങനെ ജീവിക്കുന്നത് തെറ്റല്ലേ? എപ്പോഴും അമ്മ കൊണ്ടുവന്ന് തിന്നുന്നത് എങ്ങനെയാണ്? ഭാര്യയ്ക്കും കുഞ്ഞിനും ചിലവിനും കൊടുക്കട്ടെ, നീ കുറച്ച് പൈസ ഇവിടെ ഇടുന്ന് പറഞ്ഞിട്ട് അവനെ കൊണ്ട് പേഴ്സണൽ ലോൺ എടുപ്പിക്കുകയാണ് ബാങ്കിൽ നിന്ന്. 8.25 ലക്ഷം രൂപ. അതും അവനെ കൊണ്ടിടിക്കുന്നു. എൻ്റെ മോള് സുഖമില്ലാതെ വരികയാണ് ഇംഗ്ലണ്ടിൽ നിന്ന്. അവളോട് പറയാണ്, മോളെ 2-3 കൊല്ലം നിനക്കിനി ജോലി എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, അമ്മയാണെങ്കിൽ എപ്പോഴും ലണ്ടനിലോട്ട് വന്നുകൊണ്ടിരുന്നതല്ലേ, ഇനിയിപ്പം നീ പോയാലും അപ്പപ്പോൾ വരണമല്ലോ, നീ കുറച്ച് പൈസ ഇവിടെ ഇടണം, ഞാൻ പേ ഔട്ട് എടുത്ത് തരുമ്പം അത് വെച്ച് അമ്മയ്ക്ക് നിൻ്റെ അടുത്ത് വരാനും പോകാനെല്ലാം പറ്റുമല്ലോ എന്ന് പറഞ്ഞാൽ ആ കുട്ടിയോട് ട്രീറ്റ്മെൻറ്റിന് കൊണ്ടുവന്ന 5 ലക്ഷം രൂപ. അവൾക്ക് ഞാൻ കൊടുത്ത സ്വർണം അവൾ കൊണ്ടുപോയിട്ടില്ല, എൻ്റെ കയ്യിലുണ്ട്. അത് വെച്ചിട്ട് 5 ലക്ഷം രൂപ. 10 എനിക്ക് റെനോൾട്ട് കിഡ്, എൻ്റെ മോൻ അമേസ് കാറ്. എന്നോട് പറയാം, ചേച്ചി നിങ്ങൾ പിന്നെ അവിടേക്ക് പോയി കഴിഞ്ഞാൽ വെറുതെ വണ്ടി ഇവിടെ കിടക്കുകയല്ലേ, അത് തുരുമ്പ് പിടിച്ച് പോകത്തില്ലേ, അത് വിറ്റിട്ട് പൈസ ഇവിടെ ഇടും. അപ്പം ഞാൻ അതിൻ്റെ പേ ഔട്ടെല്ലാം എടുത്ത് വെച്ചിട്ട് തരുന്ന സമയത്ത് നിങ്ങൾക്ക് വരുമ്പോൾ ഇച്ചിരി കൂടെ നല്ല വണ്ടി എടുക്കാമല്ലോ. അങ്ങനെ പറഞ്ഞ് അത് 4 ലക്ഷം രൂപയ്ക്ക് വിറ്റ പൈസ. ഒരു വണ്ടി. ഇതെല്ലാം കൊടുത്തിട്ട് അവിടെ പോയി, അതായത് 2023 ഏപ്രിൽ 2 ഞാൻ പോവുകയാണ്. പിന്നെ അങ്ങോട്ട് അവൻ പൈസ തരുന്നില്ല, പേ ഔട്ടും ഇല്ല, ഒന്നുമില്ല. പേ ഔട്ട് തരുന്നത് തന്നെ TDS പിടിച്ചിട്ടാ തരുന്നേ നോക്കണം. ആ 2023 ഞാൻ ലണ്ടനിൽ പോയതിന് ശേഷം ആർക്കും 8-8.5 കോടി രൂപ കുറേ ആളുകൾ എടുക്കുന്ന വാങ്ങിച്ചിട്ടുണ്ട്. ആ ഓഫീസിൽ അവൻ വരാറുമില്ല, പിന്നെ ട്രേഡ് ചെയ്യാറുമില്ല, പൈസ കൊടുക്കാറുമില്ല. ഇപ്പം 2 FIR ഇട്ടിട്ടുണ്ട് ഞാൻ. അവൻ പറയുന്നത്, അതായത് 2023 മുൻപ് നമുക്ക് പേ ഔട്ട് തന്നതിൻ്റെ ഒരു ഇത്രയും സ്ലിപ്പ് എടുത്ത് കൊണ്ടുവന്നിട്ട് അവൻ കാണിക്കുകയാണ് ഇത്രയും പൈസ അവർക്ക് കൊടുത്തതാണെന്ന്. അത് 2023 മുൻപേ ഞങ്ങൾ കൊടുത്ത പൈസയുടെ പേ ഔട്ടിൻ്റെ പേപ്പറാണ്. അല്ലാതെ ഈ 2023 ശേഷം കൊടുത്ത 22.5 ലക്ഷം രൂപയുടേതല്ല. പക്ഷെ പെട്ടെന്ന് കേൾക്കുന്ന പോലീസുകാർ വിചാരിക്കും, അയ്യോ ഇത്രയും പൈസ കൊടുത്തില്ല. അവൻ പറയുന്നത് ഇത്രയും പൈസ, എന്നിട്ട് അവർ പലിശയ്ക്ക് നമുക്ക് തന്നതാണ്. ഇതൊക്കെ മാറ്റി മറിച്ച് പറയുമ്പോൾ പോലീസുകാർക്ക് അറിയില്ലേ, ഞങ്ങളെ കയ്യിലിരിക്കുന്ന ബോണ്ട് ഒരു കമ്പനിയുടെ ബോണ്ടാണ്, അവർ പൈസ ഇട്ടതാണ്. ആ പൈസ പേ ഔട്ട് അടക്കം അവർക്ക് തിരിച്ചു കൊടുക്കണം, അതും അവർ ചോദിക്കുന്നില്ല. പോലീസ് ഇവന്റെ വീട്ടിൽ പോയവർക്കൊക്കെ കാശ് കൊടുത്തിട്ടുണ്ട്. അനീഷ് എന്ന് പറഞ്ഞൊരു പോലീസ്, വഞ്ചിയൂരുള്ള പോലീസുകാരൻ പൈസ വാങ്ങിച്ചിട്ടോ എന്തോ വാങ്ങിച്ചിട്ടാണ് ഇയാൾ എന്നെ കുബേര മറ്റേ മറിച്ചെന്നോട്ട് ആക്ഷേപിക്കുകയായിരുന്നു. പക്ഷെ ഞാൻ അവരോട് കംപ്ലീറ്റ് പറയുന്നുണ്ട്, ഇത് കമ്പനിയിൽ ഇട്ട പൈസയാണ്, അതെങ്ങനെ പലിശ മേടിക്കുമെന്ന്. പക്ഷെ അയാൾ കിടന്ന് ചാടുകയായിരുന്നു അവിടെ പോലീസുകാർ. നമ്മൾ പരാതി കൊടുത്തപ്പോൾ നമ്മളെ നേരെ തന്നെ പോലീസ് വരികയാണ്. അപ്പൊ ഇപ്പൊ എന്താ ചേച്ചിയുടെ അടുത്ത
പരാതി പിൻവലിക്കാൻ പോവുകയാണ്. എന്നിട്ട് പരാതി പിൻവലിക്കാൻ പോകുന്നു. എനിക്കും കാരണവന്മാരില്ലേ? ഞാൻ പൈസ കൊടുക്കുന്ന കണ്ട സാക്ഷികളില്ലേ? ഞാൻ പൈസ ഇടുന്നത് എൻ്റെ കുടുംബക്കാരോട് കൂടെ ചേർന്ന് പോയിട്ടല്ലേ? നേരിട്ട് പോയി മേടിച്ചോളൂ. അതെ, അതല്ലേ അതിന്റെ ശരി. അതെ, അതെ, അതെ. ഒരു നിയമത്തിന്റെ വ്യവസ്ഥയിൽ നിയമത്തിന്റെ മുൻപിൽ പോയി നമ്മൾ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടും നമ്മൾ വിഡ്ഢികളാകുമ്പോൾ, ഞാൻ ഈ തിങ്കളാഴ്ച പോയിട്ട് 2 FIR-ഉം തിരിച്ചു മേടിക്കും. പരാതി ഞാൻ തിരിച്ചു മേടിക്കും. തിരിച്ചു മേടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ കംപ്ലീറ്റ് എവിഡൻസ്, ഇതുപോലെ പറ്റുവാണെങ്കിൽ ഒരിക്കൽ കൂടെ എൻ്റെ വീട്ടിൽ വരും. നമ്പർ തരാം. എവിഡൻസ് കംപ്ലീറ്റ് ഉണ്ട്, കംപ്ലീറ്റ് കാര്യങ്ങളുണ്ട്, എത്ര പേർക്ക് കൊടുക്കാനുണ്ട്, എത്ര പേരാണ് ഇവനാൽ വഞ്ചിക്കപ്പെട്ടത്, സകലതും ഞാൻ തരാം. ഉറപ്പായിട്ട് ഞാൻ പറയാം ചേച്ചി. ഒരു നമുക്ക് ഇരിക്കാം.